ഹലോ, മിസ് അമ്മണിക്കുട്ടി പ്ലീസ്. അപ്പു നായർ, കെ പി അപ്പു നായർ. എന്താ ഈ നേരത്ത്? വിളിക്കാം. ഹലോ, അതെ അപ്പുവാ. എന്താ വിശേഷിച്ച്? വിശേഷിച്ച് ഞാൻ വെറുതെ. വെറുതെയോ? ഇപ്പൊ സമയം എത്രയെന്നറിയോ? വാച്ചിൽ നോക്കൂ. സോറി, ഇത്രയും വൈകിയെന്ന് ഞാൻ ഓർത്തില്ല. ഈ നേരത്തൊക്കെ വിളിച്ചാൽ മേറ്റർ എന്തെങ്കിലും വിചാരിക്കും. ക്ഷമിക്കൂ, ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അദ്ദേഹം കാലത്തുടന്ന് പോയതാ. ചെക്ക് മടങ്ങിയോ? മടങ്ങാൻ വഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മാനേജരാ, അപ്പു നായർ. അപ്പു. ഓ, വന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓ, വരൂ. അപ്പോ അപ്പു പുറത്തു പോയിരിക്കുക. വരൂ, ഇരിക്കൂ. അപ്പു പറഞ്ഞിരിക്കുമല്ലേ, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ആരും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഫോട്ടോസ് വല്ലതും കയ്യിലുണ്ടോ? മനസ്സിലായില്ല. അല്ല, ഫോട്ടോസ് കണ്ടാൽ ഏകദേശം രൂപം കിട്ടും. ഞാൻ പടത്തിൽ അഭിനയിക്കാൻ വന്നല്ല, അപ്പുനെ കാണാൻ വന്നതാണ്. അപ്പുവായിട്ട് എന്താ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വെറും? ഓ, അപ്പുവിന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ? ആ ആ, കുറച്ചു നേരമായോ വന്നിട്ട്? ഇതാ ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പു ഒരു കാര്യം ചെയ്യ്, ആ ചായ ഒരു 3 ആക്കി ഒഴുക്കി. ഞാൻ ഇപ്പൊ വരാട്ടോ. എന്റെ മുഖത്ത് നോക്കൂ. മാനേജർ കം അക്കൗണ്ടന്റ് അല്ലേ? അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പോ ശമ്പളം എത്രയെന്നാ പറഞ്ഞേ? 1000 രൂപ അല്ലേ? അപ്പോ ഒരു സത്യമെങ്കിലും പറയൂ, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. എത്ര ശമ്പളം? സത്യം പറയാലോ, 750 രൂപയുള്ളൂ. തൽക്കാലം മറ്റു നിവൃത്തിയില്ലാത്തോണ്ടാ. അപ്പോ ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു അല്ലേ? ഇനി ഞാൻ പറയട്ടെ, അപ്പന് എത്ര ശമ്പളം എന്ന്? വേണ്ട. എന്നാ അപ്പു തന്നെ പറയൂ. എന്നോട് ദേഷ്യം തോന്നരുത്. 300 രൂപയാണ് ശമ്പളം. വിശ്വാസമില്ല, ചോദിക്കാം. അമ്മണിക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ നാണാവൂല്ലേ? അമ്മണിക്കുട്ടി പറയുന്നത് ശരിയാണ്. ഞാൻ ഇന്ന് ഈ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഒരു 200 രൂപ ശമ്പളമുള്ള ജോലി വാങ്ങിച്ചു തരാൻ അമ്മണിക്കുട്ടിക്ക് പറ്റുമോ? ഞാൻ സന്തോഷമായിട്ട് ചെയ്യാം. എടാ, സ്വന്തം കാലിൽ നിന്നിട്ട് വേണം വല്ല പെമ്പിളുടെയും വായിൽ നോക്കി നടക്കാൻ. ആ പണിക്കസാറിന്റെ കൈയും കാലും പിടിച്ചാ ജോലി ഒപ്പിച്ചതായിരുന്നു. ഒപ്പിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടണ്ടല്ലേ? അതെങ്ങനാ? ആ പെണ്ണിനെ കണ്ടോടുകൂടി നാക്കിറങ്ങി പോയില്ലേ? അത് പിന്നെ ആരാണെങ്കിലും അങ്ങനല്ലേ സംഭവിക്കുള്ളൂ. അത് ആരുടെ കുറ്റ? ആരുടെ കുറ്റ? നേരത്തെ നോണ പറഞ്ഞു പിടിപ്പിക്കും ആലോചിക്കണായിരുന്നു. നേരത്തെ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള്. ചെറിയ നുണവല്ലത് വരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ അപ്പു? ഇപ്പൊ ഉള്ളത് പറഞ്ഞതാ കുഴപ്പമായത്.
ഒരു ദുർബല നിമിഷത്തിൽ സത്യം പുറത്തു വന്നു പോയതാ. ഈ പറഞ്ഞ ഒരു സത്യമാണ്. സുജാത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം വലിയ പിടിപാടില്ലാത്തോണ്ട് ചോദിക്കുക. എന്റെ ഈ ദയനീയാവസ്ഥയുടെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ വെറുക്കുവോ? അപ്പുക്കുട്ടാ, നിനക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രമല്ല സർവ്വശാസ്ത്രങ്ങളും അറിയാം. പക്ഷെ എവിടെയോ കാര്യമായ ഒരു ചുഴുക്കുറ്റമുണ്ട്. തലയിലെഴുത്തേ. എന്തെഴുത്തായാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യമില്ല. അല്ല, പോകുന്നില്ലേ? ഓ, ഞാനിപ്പോ എവിടെ പോവാനാ? നീ പോയിട്ട് വേണം ഞാക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ. നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇന്ന് ഇവിടെയാ നൈറ്റ് ഡ്യൂട്ടി. എന്നാ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട്. ഒന്നുമില്ല, ഇവിടെ പറഞ്ഞു. അല്ല, സുജാത ഞങ്ങളങ്ങ് പറഞ്ഞു തന്നെ. ആണോ? ശരി. എന്റെ അമ്മോ. അപ്പു, അപ്പു, ഒരു സ്ത്രീ ഫോണിൽ വിളിക്കുന്നു. ഒരു സ്ത്രീ ഫോണിൽ വിളിക്കുന്നു. രാവിലെ മനുഷ്യനെ മനസ്സിലാക്കുന്നു. ഹലോ, അപ്പുവാണ്. അമ്മണിക്കുട്ടിയാണോ? എവിടുന്നാ? ഹോസ്റ്റലിൽ നിന്നാ. ഇന്നെന്താ വളരെ ബിസിയാണോ? കളിയാക്കല്ലേ അമ്മണിക്കുട്ടി. ഉദയം തിയേറ്ററിൽ മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുക്കൂ. ഞാൻ വിചാരിച്ചു അമ്മണിക്കുട്ടി എന്നോട് പിണങ്ങിന്ന്. ഹേയ്, അത് അപ്പോഴേ മറന്നു. ഞാൻ തിയേറ്ററിൽ വരാം. ടിക്കറ്റ് എടുത്ത് ഞാൻ കാത്തു നിൽക്കാം. ഓക്കെ. എന്റെ അമ്മാവന്റെ മകനാണ് മോഹൻദാസ്, കോളേജ് ലെക്ചറാണ്. ഇത് അപ്പു, എന്റെ ഫ്രണ്ടാണ്. ഞാൻ 2 ടിക്കറ്റേ എടുത്തിട്ടുള്ളൂ. 2 മതിയല്ലോ. അല്ല, അപ്പൊ പുള്ളിക്കാരന്റെ സിനിമ കാണണ്ടേ? വേണം. ഞാൻ പടത്തിന് വരുന്നില്ല, എനിക്ക് ഓഫീസിൽ പോണം. ദാസേട്ടനാണെങ്കിൽ ഇവിടെ തീരെ പരിചയമില്ല. പിക്ചർ കഴിഞ്ഞിട്ട് ഒന്ന് ഹോട്ടലിൽ കൊണ്ടുവിടണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പുള്ളി പടം കാണട്ടെ, ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ലീവ് എടുക്കാം. ഞാനും ദാസേട്ടനും കൂടെ പടം കണ്ടോളാം. അപ്പൊ അമ്മണിക്കൂട്ട് ഒരു ലീവ് വെറുതെ കളയണ്ടേ? അത് വേണ്ട, ഞാൻ കൂടെ കൂടിക്കോളാം. എന്നാ ശരി, ഞാൻ പോട്ടെ. അമ്മണിക്കുട്ടി, കർച്ചീഫ് ഉണ്ടോ? കൈ വെച്ചോളൂ. പേഴ്സ് എടുത്തിട്ടുണ്ടല്ലോ. ശരി. പക്ഷേ പടം തുടങ്ങാറായി. പടം 5:80. വേണ്ട, ഞാൻ കൊടുക്കാം. ഓ, എന്നാ സാർ 6 രൂപ പോതും അയ്യാ. മതി മാഷെ. 130. വരൂ. വരൂ. വളരെ പ്രതീക്ഷയോട് കൂടിയാ ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ ശരിയായില്ല. വെറും ഒരു സാധാരണ സിനിമ, സാധാരണക്കാരന്റെ വികാരങ്ങൾ വിറ്റ് കാശാക്കുന്ന ഈ ഏർപ്പാട് നമ്മുടെ സിനിമയിൽ എപ്പോഴാണോ അവസാനിക്കുക? മിസ്റ്റർ അപ്പുവിന് എന്ത് തോന്നി? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പടം ഒരു ഇതില്ല. ഈ സിറ്റിയില് നല്ല പടങ്ങളൊന്നും വരാറില്ലേ? വരാറുണ്ട്. അവസാനമായിട്ട് റിലീസ് ചെയ്ത ക്ലാസ് പടം ഏതാ? മുന്താനെ മുടിച്ച്. മുന്താനെ മുടിച്ച്. അതൊരു ക്ലാസ് പടമാണല്ലേ? പിന്നെ ഞാൻ കണ്ടില്ല. കേരളത്തിൽ റിലീസ് ആയിട്ടുണ്ടാവില്ല? ഓ, ഉണ്ടാവും. ഞാനങ്ങനെ തിയേറ്ററിൽ പോയി പടങ്ങളൊന്നും കാണാറില്ല.
ക്ലാസ് ഫിലിംസ് മാത്രം കാണാനായിട്ട് ഞങ്ങളൊരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്കലാഞ്ചലോ അന്റോണിയോയുടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. അപ്പു മൈക്കലാഞ്ചലോന്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. ഒറ്റപ്പടം കണ്ടിട്ടില്ല. മാഷ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഇവിടെ എത്ര ദിവസം ഉണ്ടാവും മാഷ? ഒരു മാസത്തേക്കാ കോഴ്സ്. എന്ത് കോഴ്സ്? ഞാൻ പറഞ്ഞില്ലേ, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ്. നിറയെ ക്ലാസ് പടങ്ങൾ കാണാം. നിങ്ങളുടെ ഫിലിം സൊസൈറ്റി റെപ്രസെന്റ് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഫാമിലി കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ഹാപ്പി ട്രിപ്പ് ആയിരുന്നേനെ. ഫാമിലിയോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് കല്യാണം കഴിക്കേണ്ട പ്രായം കടന്നുപോയി എന്ന് മിസ്റ്റർ അപ്പുവിന് തോന്നുന്നുണ്ടോ? ഞാനിവിടെ വന്നതിന്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് മിസ്റ്റർ അപ്പു. അതെന്താ? കല്യാണക്കാര്യം തന്നെ. അമ്മണിക്കുട്ടിയുടെ പാരന്റ്സിന്റെ ഹിസ്റ്ററി ഒക്കെ ഏറെക്കുറെ മിസ്റ്റർ അപ്പു പറഞ്ഞു കാണുമല്ലോ. അത് സോൾവ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മിസ്റ്റർ അപ്പു. ഞാൻ അമ്മണിക്കുട്ടിയെ കെട്ടണം. എനിക്ക് അതിഷ്ടമാണ്. അമ്മണിക്കുട്ടിക്ക് ഇഷ്ടമായിരിക്കും. അതൊക്കെ ഒന്ന് സംസാരിച്ച് തീരുമാനിക്കണം. ഇപ്പോഴേ നീണ്ടുപോയി എന്നൊരു തോന്നലുണ്ട്. മിസ്റ്റർ അപ്പു എന്ത് പറയുന്നു? നാളെ വരാം മാഷെ. ചായ കുടിച്ചിട്ട് പോകാ അപ്പു. ഇത്തിരി തിരക്കുണ്ട്, പിന്നെ വരാം. കാണണം. കാട്ടുപോത്തു കരടി കടുവകൾ നേർക്കു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ? ഈയിടെയായി മാഷൊന്നും എഴുതാറില്ലേ? ഞാനങ്ങനെ ഒരു കവിയൊന്നുമല്ല. വല്ലപ്പോഴും മനസ്സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിക്കുമെന്നല്ലാതെ. അതൊന്നുമല്ല, ചിലതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി. എന്തിനാണ് ഇവരുടെ മോശം പറയുന്നത്? നിനക്കെന്തറിയാം കവിതയെ പറ്റി? ആട്ടെ, എന്റെ ഏത് കവിതയാണ് മാലതിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പലതും. എങ്കിലൊരു 4 വരി ചൊല്ലി കേൾക്കട്ടെ. അയ്യോ, ചൊല്ലാനൊന്നും എനിക്കറിയില്ലേ. 130 ആൾ இருக்கா? இல்லையே, வெளியில போயாச்சு. എത്ര മണിക്ക് പോണത്? 5 மணிக்கு வந்துட்டு போனாங்க, அப்புறம் வரல. പോവാ. അമ്മിണിക്കുട്ടി നാട്ടിൽ നിന്ന് കളിക്കാനോട് പുറത്തേക്ക് പോയല്ലോ. വരട്ടെ. ആ. വരട്ടെ. சார், என்ன விட்டுருங்க, கொஞ்சம் வெயிட் பண்ணு. அதெல்லாம் முடியாது. என்ன இது? அட முடியாதுன்னு. சார், 130 ஆள் வந்தாச்சா? வந்தாச்சு சார். கூட வேற யாராவது இருக்கா? அது தெரியல சார். അപ്പോ ഇരിക്കൂ.
മാഷ് വൈകുന്നേരം അവിടെ പോയിരുന്നു? ഞാൻ അമ്മണിക്കുട്ടിയുടെ കൂടെ ഒന്ന് പുറത്തു പോയിരുന്നു. എന്തിനാ? ഞാൻ വൈകുന്നേരം ഇവിടെ വന്നിരുന്നു, പക്ഷെ മാഷ കണ്ടില്ല. ഇതെന്താ മാഷെ? ഞാനൊരു കവിയല്ലേ മിസ്റ്റർ അപ്പു. കലാകാരൻ ദുർബലനാണ്. ഞാൻ ഒരു ദുർബലനാ മാഷെ. നമുക്കിടയിൽ എന്തിനാ ഒരു മറ? വെല്ലുവാനാമോ നിന്നെ സർവവും തൃണമാക്കും ചില്ലു ഗ്ലാസിലെ മന്ദസ്മിതമേ ദൗർബല്യമേ വിളക്കിച്ചേർക്കുന്നു നീ ദുർബല വികാരമേ മനുഷ്യൻ തകർക്കുന്ന ബന്ധബന്ധനങ്ങളെ. എന്ത് ചേർക്കുന്ന? വിളക്കിച്ചേർക്കുന്നു നീ. ഓ, വിളക്കി ചേർക്കുന്ന. വിളക്കി ചേർക്കാൻ ഇവൻ മാഷ് സ്റ്റൈലായിട്ടൊന്ന് വിളക്കി ചേർത്താട്ടെ. ഞാനങ്ങനെ കഴിക്കാറില്ല. ആ പിന്നെ അടി അട്ടെ. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ദൗർബല്യങ്ങളുണ്ട്. അപ്പോ ഞാനിന്ന് അമ്മണിക്കുട്ടിയെ കണ്ടു, സംസാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല അമ്മണിക്കുട്ടി. നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്പുവിനെ ഒരു അന്യനായിട്ടല്ല ഞാൻ കരുതിയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല അമ്മണിക്കുട്ടി. മാഷ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മണിക്കുട്ടിയുടെ മനസ്സ് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പോ ഒരു സ്ത്രീയുടെ മനസ്സത്ര പെട്ടെന്നൊന്നും നമുക്ക് പിടികിട്ടാൻ പോകുന്നില്ല മാഷേ. ഈ പ്രശ്നത്തിൽ അപ്പുവിന്റെ സഹായ സഹകരണങ്ങൾ എനിക്കുണ്ടാവണം മിസ്റ്റർ അപ്പു. തീർച്ചയായും മാഷേ, അതുണ്ടാവും.